നമ്മൾ ഫാമിലി ആയിട്ട് ബീച്ചിൽ നമ്പർക്ക് വേണ്ടി പോവാണ്. പിന്നൊന്നും നോക്കിയില്ല, നമ്മള് വണ്ടിയെക്കാട്ട് കയറിയിരുന്നേ. വാപ്പ സെക്കൻഡ് ഗിയർ ഇട്ടപ്പത്തിന് നമ്മളെ കുഞ്ഞോമനെ പുത്രൻ അഞ്ചന് ഛർദ്ദിച്ചാണ്ട് വണ്ടിയായിട്ട് നിർത്തിപ്പിക്കും. ഈ ചങ്ങായി ആണെങ്കിൽ നമ്മൾ എവിടെക്കെങ്കിലും പോവാണെങ്കിൽ ആ വൈബ് അങ്ങോട്ട് പോകാനും വേണ്ടി ഇജ്ജാതി ഓരോ പണി തരുന്ന സ്ഥിരം പരിപാടി. അവിടുന്ന് പിന്നെ വണ്ടി കയറിയായിട്ട് ഗൂഗിൾ മാപ്പ് ആയിട്ട് ഓണാക്കി നോക്കിയപ്പോഴാണെങ്കിൽ ഇഞ്ഞുണ്ട് 8 കിലോമീറ്റർ. അതില് പിന്നെ വണ്ടിന്ന് തലട്ട് പുറത്തു നോക്കിയതാ. തിരക്കോണ്ട് തിരക്ക് ചുരുക്കം പറഞ്ഞ ആകെ നേരം പോയി. പിന്നെ വാപ്പ 100-110 വണ്ടിമേലെ ഒരു പുടുത്തേ. ഫൈനലി നമ്മൾ ബീച്ചിലെത്തി. ഫൈനലി നമ്മൾ നോമ്പറക്കാനും വേണ്ടി ഇഫ്താറിന്റെ കോംബോ അങ്ങനെ നമ്മളെ ഡം സ്റ്റാർസിന്റെ കയ്യിൽ നിന്നാണ്. നമുക്ക് ഓലോടെ തന്നെ ചോദിച്ചാൽ പോലെ എന്താ പറയാ ബോക്സിൽ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ വണ്ടങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞുതരാം. വെറും 299 ബഡ്ജറ്റിൽ വരുന്ന ഒരു കിട്ടില്ല ബാഗ്. ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് ദം ചിക്കൻ ബിരിയാണി, നല്ല നെയ്പത്തല്, ബട്ടർ ചിക്കൻ, ഡേറ്റ്സ്, വത്തക്ക ജ്യൂസ്, മുന്തിരി ജ്യൂസ്, നല്ല സ്നാക്സും വിത്ത് നല്ല ക്വാണ്ടിറ്റി ഉള്ള കട്ട്. ഇതിന്റെ ടൈമിംഗ് ആയിട്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈം? ഒരു 4:30 സ്റ്റാർട്ടിങ് വരും. 4:30 നോമ്പ് തുറക്കണ വരെ ഉണ്ടാവും. ഏതൊക്കെ ഭാഗത്തുണ്ട് നമ്മുടെ ബീച്ചിന്റെ ലൊക്കേഷൻ? മുഖദാർ ബീച്ചിന്റെ പള്ളിന്റെ അടുത്തുണ്ട്, പിന്നെ സ്റ്റാർബക്സിന്റെ അടുത്ത് വരുന്നുണ്ട്, ഓപ്പൺ സ്റ്റേജിന് നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിയ ലൊക്കേഷൻ ഏതാ? കോഴിക്കോട് ഓപ്പൺ സ്റ്റേജിന്റെ നേരെ ഓപ്പോസിറ്റ് നിന്നാണ്. നിങ്ങൾ ബീച്ചിൽ നിന്ന് നോമ്പ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയ്യും ബീച്ചും വന്നോളി. ഡം സ്റ്റാർസ് നിങ്ങളെ കാത്തുക്കാൻ കേട്ടോ. പിന്നെ നമുക്കുള്ള സാധനം എടുത്ത് നമ്മൾ നേരെ ബീച്ച് കട വിട്ട് എന്താ പറയാ നമ്മള് ബീച്ചിൽ നോമ്പറക്കാൻ വേണ്ടി പോകും. പിന്നെ നമ്മളെല്ലാരും മാങ്ങട് കൊടുത്തപ്പോ നോമ്പെടു തുറന്നു. സത്യം വരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ വന്ന് നോമ്പറക്കും. ഈ കടൽ കാറ്റിന്റെ തിരമാലിന്റെ ആംബിയൻസ് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് നോമ്പറന്നാ കിട്ടണം. നമ്മൾ പിന്നെ ചിക്കൻ വിത്ത് റൈസ് കൂട്ടിയ ഒരു പുടുത്തേ. ഡം സ്റ്റാർസിന്റെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. എന്താ പറയാ നോമ്പ് തുറയും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.